ഹായ്, യൂസ് ചെയ്തിരുന്ന ടേപ്പ് ഉണ്ടെങ്കിൽ അത് വേഗമായിട്ട് എടുത്തിട്ട് വന്നാൽ നമുക്ക് ഇന്ന് അടിപൊളിയായിട്ട് ഒരു ഓർഗനൈസർ ഉണ്ടാക്കാം. എന്നിട്ട് തന്നെ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ പേപ്പർ എടുത്തിട്ട് ആ ടേപ്പിൻ്റെ ചുറ്റും വേണ്ടി ചുറ്റി കൊടുക്കുക. രണ്ട് ഭാഗവും ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ ഫെവിക്കോളാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാ തോന്നുന്ന പക്ഷേ എടുക്കാം. എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് ഒട്ടുന്നതായിട്ട് ഫെവിക്കോൾ തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അതെടുക്കുന്നത് കേട്ടോ. ഉള്ളിലേക്ക് നല്ല നീറ്റായിട്ട് എല്ലാവരുടെയും ഒരേപോലെ ഒട്ടിച്ചെടുത്താൽ മതി. നമുക്കിങ്ങനെ വെട്ടിയിട്ട് ഒട്ടിക്കുന്ന സമയത്ത് കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെട്ടുന്നത്. അതിന് നമുക്കിതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാനായിട്ട് അതേ കളറുള്ള പേപ്പർ വെട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളിൽ മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ പശ തേച്ചിട്ട് ആ ഒരു തുണ്ട് പേപ്പർ ഉള്ളിൽ മൊത്തമായിട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എൻ്റെ അത്ര നീറ്റൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ആക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ കുറച്ച് നീറ്റ് കമ്മിയുണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുകൊണ്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അളവിൽ 2 വട്ടം ഇതേപോലെ വെട്ടിയെടുക്കണം. അത് നമുക്ക് വെള്ള A4 ഷീറ്റിലൊന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ. അതേപോലെ തന്നെ തുണ്ടായി വെട്ടിയിട്ട് പശ തേച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഈ വട്ടമൊക്കെ ഒന്ന് ഒട്ടിക്കാനായിട്ട് കിട്ടും. രണ്ടും ഇതേ രീതിയിൽ ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതേ കളർ നമ്മൾ പൊതിഞ്ഞ അതേ കളറുള്ള കളർ പേപ്പർ നൈസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ട തിക്നെസ്സിൽ ഇതേപോലെ ചുരുട്ടി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ആ ഒരു വട്ടം എടുത്തിട്ട് അതിലോട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് പശ തേച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ലപോലെ തന്നെ ഒട്ടുന്ന പശയാണ് കേട്ടോ തേക്കാനായിട്ട്. അതിന് നമുക്ക് ഒരു വട്ടം എടുത്ത് അതിൻ്റെ മേലോട്ട് ഒട്ടിച്ചെടുക്കാം. മറ്റേ വട്ടത്തിൽ നമ്മളിപ്പോൾ ചുരുട്ടി വെച്ചില്ലേ, ആ ഒരു പീസ് എടുത്തിട്ട് അതിന് നടുവിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യം ഒട്ടിച്ചപ്പോൾ നടുവൊന്ന് മാറിപ്പോയി. അപ്പോൾ ഞാൻ കറക്റ്റാക്കി ഒന്ന് ഒട്ടിക്കുക. നടുവിലായിട്ട് തന്നെ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം അത് ഒന്ന് ഒട്ടി വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമുക്കിത് ഇതേപോലെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. എൻ്റെ ക്യൂട്ടായിട്ടുള്ളൊരു ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.